നീറ്റ് 2026 അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തെല്ലാമാണ് വേണ്ടത്? ആദ്യമായിട്ട് പ്രധാനമായിട്ടും വേണ്ടത് ഒരു മൊബൈൽ നമ്പറും അതുപോലെ ഇമെയിൽ ഐഡിയുമാണ്. OTP വഴി കൺഫർമേഷൻ ലഭിച്ചതിന് ശേഷം രജിസ്റ്റർ ചെയ്യുന്നതിനാണ് ഈ മൊബൈൽ നമ്പറും അതുപോലെ ഇമെയിൽ ഐഡിയും ഉപയോഗിക്കുക. നീറ്റും NTA-യുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസും നടക്കുക ഈ ഒരു മൊബൈൽ നമ്പറും അതുപോലെ ഇമെയിൽ ഐഡിയും വെച്ചായിരിക്കും. അപ്പോൾ ഈ ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും സദാസമയം ആക്റ്റീവ് ആയിട്ടുള്ളതായിരിക്കണം എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. പേഴ്സണൽ ഡീറ്റെയിൽസ് രജിസ്റ്റർ കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ വെരിഫിക്കേഷൻ നടത്തുന്നത് ആധാർ വെച്ചിട്ടായിരിക്കും. നിങ്ങളുടെ ആധാറിലെ ഫോട്ടോവുമായി നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയും ജെയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ ലൈവായിട്ട് ഫോട്ടോ എടുത്തതുപോലെ ഇവിടെയും നിങ്ങളുടെ ലൈവ് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ ഫോട്ടോയും മാച്ച് ചെയ്ത് നോക്കിയതിന് ശേഷമായിരിക്കും നിങ്ങളെ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോവുക. ഇനി നിങ്ങളുടെ നീറ്റ് 2026 ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ പാരൻസും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസിലുമാണെങ്കിൽ, സീം അക്കാഡമി പോലെ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻസും ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈവ് ഫോട്ടോ എടുക്കൽ പാരൻസിന് പോസിബിൾ അല്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു ഓപ്ഷൻ NTA കൊടുത്തിട്ടുണ്ട്. ഈ ലൈവ് ഫോട്ടോ എടുക്കുന്നതിൻ്റെ കൂടെ ഒരു QR കോഡ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ QR കോഡ് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തന്ന് അത് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുള്ള സ്ഥലത്തിൽ നിന്നും നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ്. ഫോട്ടോ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഫേസിൻ്റെ ഒരു 80% പെടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ കണ്ണ് മാക്സിമം തുറന്നിരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ 10ാം ക്ലാസ് SSLC സർട്ടിഫിക്കറ്റ് അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. 10th മാർക്ക് ഷീറ്റ് അതുപോലെ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫോട്ടോ 80% ഫേസ് കാണുന്ന തരത്തിലുള്ള ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം. അതുപോലെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും വേണം. പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ എന്ന് പറയുമ്പോൾ 6 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയുമുള്ള ഫോട്ടോയാണ് വേണ്ടത്. അതുപോലെ നിങ്ങളുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ്റെ കോപ്പിയും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ OBC NCL ആയിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, അതുപോലെ EWS ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എങ്കിൽ തഹസിൽദാരുടെ കയ്യിൽ നിന്നും ലഭിക്കുന്ന കാറ്റഗറി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് NCL സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, NCL സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നീട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇതിൻ്റെ എല്ലാം ഫിസിക്കൽ വെരിഫിക്കേഷൻ നടക്കുന്നത് നിങ്ങളുടെ അഡ്മിഷൻ സമയത്ത് ആയിരിക്കും. അടുത്തതായിട്ട് ഈ വർഷം പുതുതായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അഡ്രസ് പ്രൂഫാണ്. അഡ്രസ് പ്രൂഫ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ് പ്രൂഫും അതുപോലെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൻ്റെയും പ്രൂഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ പുറത്താണ്, നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് കേരളത്തിലുമാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൻ്റെ പെർമനൻറ്റ് അഡ്രസ്സിൻ്റെ കേരളത്തിൻ്റെ പ്രൂഫുള്ളൊരു ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ്സുള്ള പ്രൂഫ്, ലെറ്റ്സ് നിങ്ങൾ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലാണെങ്കിൽ ആ സ്കൂളിൻ്റെ ID കാർഡ് അപ്ലോഡ് ചെയ്താൽ മതിയാകും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്രസ്സായിട്ട് കൊടുക്കുന്ന സ്റ്റേറ്റുകളിൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കുക. അതായത് നിങ്ങൾ കേരളത്തിലാണ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സായിട്ടോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്രസ്സായിട്ടോ കേരളത്തിലുള്ള ഒരു അഡ്രസ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ആപ്ലിക്കേഷൻ മുഴുവൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ സബ്മിറ്റ് അടിക്കുന്നതിന് മുൻപ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം കൃത്യമാണെന്നും എല്ലാം കറക്റ്റ് കോളത്തിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്നും നിങ്ങളുടെ ഡീറ്റെയിൽസ്, സ്വന്തം പേര്, അതുപോലെ ഫാദർ മദേഴ്സിൻ്റെ നെയിം, അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, കാസ്റ്റ്, കമ്മ്യൂണിറ്റി, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് അടിക്കാവുള്ളൂ. ഫൈനൽ സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് തിരുത്തുക പോസിബിൾ ആയിരിക്കില്ല. കറക്ഷൻ വിൻഡോ വരും. കറക്ഷൻ വിൻഡോ 10 മുതൽ 12 വരെ, മാർച്ച് 10 മുതൽ 12 വരെ കറക്ഷൻ വിൻഡോ ഉണ്ടെങ്കിലും ഇതിൽ ചില ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് തിരുത്താൻ കഴിയുകയില്ല.